നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച കെ.എസ്.ആർ.ടി.സി ഗരുഡ പ്രീമിയ കോഴിക്കോട് ബാംഗ്ലൂർ ബസ് ബാംഗ്ലൂരെത്തി 11:30 എത്തേണ്ടിയിരുന്ന ബസ് 1.5 മണിക്കൂർ വൈകി 1 മണിയോടെയാണ് എത്തിയത്. പൊതുജനങ്ങൾക്കായുള്ള ബസിന്റെ കന്നിയോട്ടമായിരുന്നു ഇത്. പുലർച്ചെ 4 മണിയോടെ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും അരമണിക്കൂർ വൈകിയാണ് കെ.എസ്.ആർ.ടി.സി കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ടത്. യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ബസിന്റെ ഹൈഡ്രോളിക് ഡോർ തനിയെ തുറക്കാൻ തുടങ്ങി. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓണായി കിടന്നതായിരുന്നു പ്രശ്നത്തിന് കാരണം. കാരന്തൂരെത്തിയപ്പോൾ വണ്ടി നിർത്തി. യാത്രക്കാരിൽ ഒരാളുടെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് ഡോർ കെട്ടിവെച്ചായിരുന്നു യാത്ര തുടർന്നത്. പിന്നീട് ബത്തേരി ഡിപ്പോയിലെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. രാവിലെ 4-ന് പുറപ്പെട്ട് താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂർ വഴി 11:30-ക്ക് ബാംഗ്ലൂരിൽ എത്തുന്ന രീതിയിലാണ് സമയവും റൂട്ടും ക്രമീകരിച്ചിരുന്നത്. യാത്ര പുറപ്പെടാൻ താമസിച്ചതിനാലും ഇടയ്ക്ക് പ്രതിസന്ധി നേരിട്ടതിനാലും ബസ് ബാംഗ്ലൂരിൽ എത്താനും വൈകി. മടക്കയാത്ര ഉച്ചയ്ക്ക് 2:30-നാണ് നിശ്ചയിച്ചത്. രാത്രി 10:05-ന് ബസ് തിരിച്ചു കോഴിക്കോടെത്തും. എൻഡ് ടു എൻഡ് രീതിയിലാണ് ടിക്കറ്റ് നിരക്കിടാക്കുന്നത്. അതായത് എവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങിയാലും 1171 രൂപ നൽകണം. 5% GST, റിസർവേഷൻ നിരക്ക്, പേയ്മെന്റ് ഗേറ്റ്വേ ഉൾപ്പെടെ മൊത്തം 1256 രൂപയാകും. യാത്രക്കാർക്കായി 25 സീറ്റുകളാണ് ബസ്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ സമയത്ത് മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന കറങ്ങുന്ന സീറ്റ് മാറ്റി പകരം സാധാരണ സീറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ലിഫ്റ്റ്, ശുചിമുറി, TV, AC തുടങ്ങിയ സംവിധാനങ്ങൾ പഴയതുപോലെ നിലനിർത്തിയിട്ടുമുണ്ട്. ജനം, കോഴിക്കോട്.